വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. സാരീസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന പോലത്തെ മൾട്ടി കളേർഡ് നല്ല ഭംഗിയുള്ള ഗ്രീനിൽ തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടി ചേർന്ന് വന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ സാരി വരുന്നത്. ഷിഫോണാണ്. 1100 ആണ് റേറ്റ്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക. www.glitzindia.com സൈറ്റ്. ഇതിൻ്റെ ബ്ലൗസാണ് ഏറ്റവും അട്രാക്റ്റീവ്. ഇതുപോലെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഈ ഒരു ബ്ലൗസ് ഇതിനോട് നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ നോർമൽ റെഡിമെയ്ഡ് ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. നല്ല രസമുള്ള പല്ലുവാണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ സാരിയാണ്. പ്ലീറ്റ് ചെയ്താലൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാരി 1100 ആണ് റേറ്റ്. ഫസ്റ്റ് ഷെയ്ഡ് ഗ്രീൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് പേർപ്പിൾ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. നല്ല ഫ്ലോയിൽ കിടക്കുന്ന പല്ലുമൊക്കെ കണ്ട നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബ്ലൗസ് വന്നേക്കുന്നത് ഇതുപോലെ പ്രിൻറ്റഡ് ആണ് ബ്ലൗസ് വരെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അപ്പോൾ ഞാൻ 2 ലെയർ ഇട്ടായിട്ടേക്കുന്നത്. പ്ലീറ്റ് ചെയ്താലും നന്നായിട്ട് കിടക്കോട്ടെ ഇങ്ങനെ വരിക. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു പിക്കോക്ക് ബ്ലൂ എന്ന് പറയും. പിക്കോക്ക് ബ്ലൂവിൻ്റെ ഫെതേഴ്സിൽ വരുന്ന കോമ്പിനേഷനാണ്. ഗ്രീനും ബ്ലൂവും ബ്ലാക്കും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂവും ഒരു ഗ്രേയും ബ്ലാക്കും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടീഷർട്സിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. നല്ലൊരു നെക്ക് കയറിയിട്ടുള്ള ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല റെഡിമെയ്ഡ് ടോപ്പിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റും. നല്ല രസമുള്ള സാരി. 1100 റേറ്റ്. നെക്സ്റ്റ് കോമ്പിനേഷൻ കണ്ടോ, ബ്ലാക്കും മെറൂണും കൂടെയുള്ള കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള പാറ്റേൺ. ഇതിനകത്തൊരു വീവിങ് പോയിട്ടുണ്ട്. ഒരു സ്ട്രൈപ്സ് പോലെ പോയിട്ട് അതിലൊരു ഫ്ലവർ പാറ്റേണും കൂടി പോയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സാരി. നല്ല പല്ലുവാണ് വരുന്നത്. ബ്ലൗസ് വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് ആണ്. ഇതുപോലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് റെഡിൽ ഇതുപോലെ നല്ലൊരു വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ്. 850 ആണ് റേഞ്ച് വരുന്നത്. ഇതിന് ബ്ലൗസ് വന്നിട്ടില്ല കേട്ടോ. സെയിം റണ്ണിങ് ഫാബ്രിക് തന്നെയാണ് ഓൾ ഓവർ പോകുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടാണ് കേട്ടോ. എന്ത് ബ്ലൗസ് വേണമെങ്കിലും ഇതിനോട് പെയർ ചെയ്യാൻ പറ്റും. ഒരു ഷിമ്മ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാച്ചായി പോകും. ഇങ്ങനെ ഔട്ട്ലുക്ക് ഒരു 850 റേഞ്ച്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പേർപ്പിൾ കോമ്പിനേഷൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഫുൾ സെയിം പാറ്റേണാണ് വന്നിരിക്കുന്നത്. 850 ആണ് റേഞ്ച്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ബ്ലൂവിൽ ബ്ലാക്കാണ് ആ ഒരു വീവിങ് പാറ്റേൺ പോയിരിക്കുന്നത്. നല്ല രസമായിരിക്കും. പ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രോക്ക് പോലെ വേണമെങ്കിൽ തയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ലോങ് ആയിട്ടുള്ളൊരു ഗൗൺ തയ്ക്കാനും ഒക്കെ നല്ലതായി ഫാബ്രിക്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ. നമ്മുടെ പീകോക്കിൻ്റെ ഫെദേഴ്സിൽ വരുന്ന ഒരു കളർ. നല്ല ഭംഗിയുണ്ട് സാരി കാണാനായിട്ട്. 850 റേഞ്ച് ഉള്ളൂ. സിമ്പിളായിട്ടുള്ള സാരിയാണ്. ഔട്ട്ലുക്ക് വരുന്നത്. ഇനി വരുന്നത് റെഡി ടു വെയർ ആയിട്ടുള്ള സാരി ആയിട്ട് 2 ഡിഫറെൻറ്റ് പാറ്റേൺസ് വന്നിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് സാരീസ്, അതായത് 2 കളേഴ്സ് റെഡി ടു വെയർ ആയിട്ടാണ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ, ബ്ലാക്കും ഗ്രേയിലുള്ള കോമ്പിനേഷൻ. ഇപ്പോൾ ഞാൻ ഉടുത്ത സാരിയുടെ പുറത്തേക്കാണ് ഇത് ഉടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റും. റെഡി ടു വെയർ സാരി ഉടുക്കാൻ അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. സിംപ്ലി നമ്മളൊരു ബട്ടൺ ഇട്ടിട്ട് ആ ഒരു പ്ലീറ്റിൻ്റെ ഇങ്ങനെ ഒന്ന് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാം. 1100 റേറ്റ്. നെക്സ്റ്റ് വരുന്നത് റെഡി ടു വെയർ സാരി ആയിട്ട്. ഇത് കണ്ടോ, ഇങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങളിങ്ങനെ റൗണ്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ബട്ടൺ വെച്ചിട്ടുണ്ട്. ബട്ടൺ ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കേർട്ട് പോലെ വെയർ ചെയ്യും. പിന്നെ ഈ ഒരു സാരി ആ ഒരു സാരി സ്റ്റൈലിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് റെഡി ടു വെയർ എങ്ങനെയാണെന്നുള്ളതാണ്. ഇങ്ങനെ ഔട്ട്ലുക്ക് വരും. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ
എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാകും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.